9,50,000 കൊടുത്തിട്ട് ടിക്കറ്റ് എടുത്തിട്ടിട്ട് അതെ അവിടെ കാണിച്ചു കൊടുക്കാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇവിടെ ഭക്ഷണം കഴിക്കാൻ വേണ്ടി നിർത്തിയേക്കണ. അപ്പൊ ഈ ഭക്ഷണമൊന്നും നമുക്ക് കഴിക്കാൻ പറ്റില്ല. വിയറ്റ്നാമിലേക്ക് ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുക, ബോർഡറിലേക്ക്. അടിപൊളി. തൊട്ടടുത്താണ് കേട്ടോ. അവര് എന്നെ നോക്കി ചിരിക്കണോ. കാരണം ഇന്ത്യക്കാരും ഇങ്ങനെ വരാറില്ല, ഭയങ്കര കുറവാണ്. അവിടെ രണ്ട് നോക്കി ഇടിച്ചിരിക്കണു. പിന്നെ എന്താ പ്രാന്താണെന്നൊക്കെ വിചാരിച്ചിട്ടുണ്ടോ. ഇവിടെ എല്ലാം വീട്ടിലെ എല്ലാ പ്രദേശത്തും വിയറ്റ്നാമിന്റെ കൊടിയും പിന്നെ അരിവാൾ ചുറ്റികയുടെ കമ്മ്യൂണിസ്റ്റിന്റെ കൊടിയും കാണാം. അങ്ങനെ നമ്മൾ ലോ പ്രഭാഗിൽ നിന്ന് ഇറങ്ങാണ്. ഇവിടെയായിരുന്നു നമ്മൾ താമസിച്ചിരുന്നത്. വിയറ്റ്നാമിലേക്ക് നമ്മൾ പോവാണ്. ബസ് സ്റ്റേഷനിലേക്ക് ഇവിടെ നടക്കാന്നുള്ള ദൂരമുള്ളൂ. ഒരു 2 കിലോമീറ്റർ. 2 കിലോമീറ്റർ ഒരു 10-14 കിലോ ചുമന്ന് ഞാൻ നടക്കണം. അത് വിഷയമൊന്നുമില്ല. യാത്ര മൊത്തം അങ്ങനെയാണ്. ബാക്ക് പാക്കിംഗ് ട്രിപ്പ് നമ്മൾ കഷ്ടപ്പെടണം. ഇവിടെ ടുക്ക് കിട്ടും, അതായത് ടാക്സി കാര്യങ്ങൾ കിട്ടും. പക്ഷെ ഞാൻ എടുക്കുന്നില്ല. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ ഞാൻ ഇന്ന് അധികം നടന്നിട്ടില്ല. ഒരു ജീപ്പിന്റെ കോപ്പി കാണണം. അതെ, ചൈനീസ് വണ്ടിയാട്ടോ അത്. ഈ ലാൻഡ് ക്രൂയിസറില്ലേ ചൈന വണ്ടിയാണ്. ഇവിടെ കുറേ ചൈന വണ്ടികൾ കാണാം. അവരെല്ലാം ചൈനയിൽ നിന്ന് ബോർഡർ കടന്ന് ലാവോലോ ഒന്ന് കറങ്ങാൻ വേണ്ടി വരണവരാണ്. ഇവിടുത്തെ കാലാവസ്ഥ നമുക്ക് പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റില്ല. ഇന്ന് ഭയങ്കര ചൂടായിരുന്നു, ഇപ്പൊ മഴ. ഇവിടെ പെട്ടെന്ന് ക്ലൈമറ്റ് മാറിക്കൊണ്ടേയിരിക്കും. ചെറുതായിട്ട് മഴ പൊടിഞ്ഞിരിക്കുന്നുണ്ട്. മഴ കാരണം കൊണ്ട് ഒരു സ്ഥലത്ത് കയറി നിൽക്കാണ്. ഇവിടെ ബീർ കാര്യങ്ങളെല്ലാം കിട്ടും. ബീർ ഭയങ്കര സുലഭ. ലോ പ്രഭാഗ് എയർപോർട്ട് ഇവിടേക്ക് എടുത്താട്ടോ, എല്ലാം എടുത്ത. കാരണം അവിടെ നിന്ന് ഡ്രോൺ പോലും പൊക്കാൻ പറ്റില്ല എൻ്റെ റൂമിൽ നിന്ന്. നമ്മൾ അവിടെ നിന്ന് ഇറങ്ങി. കാരണം എനിക്ക് 6 മണിക്കാണ് ബസ്, 5:30 അവിടെ എത്തണം. പക്ഷെ ഇവിടെ നിന്ന് ഒരു 10 മിനിറ്റ് വാക്കുള്ളൂ. അങ്ങോട്ട് നടക്കാം, കാഴ്ചകളൊക്കെ കണ്ട്. ആ മഴ ചെറുതായിട്ടൊക്കെയും കുറഞ്ഞു. ഇവിടെ പെട്ടെന്ന് മഴ പെയ്യും, പെട്ടെന്ന് മഴ കുറയും, പെട്ടെന്ന് ചൂട് വരും, ചൂട് കുറയും. അങ്ങനെയൊക്കെയാണ്. ഡിഫൻഡറിന്റെ കോപ്പി പോണ കണ്ടില്ലേ, ചൈന മോഡലായിട്ട്. അങ്ങനെ നമ്മൾ ബസ് സ്റ്റേഷനെത്തി. ഇവിടെ ലാവോ ചൈന റെയിൽവേ ടിക്കറ്റ് ഓഫീസ് ഉണ്ട്. നിങ്ങൾക്ക് ലോ പ്രഭാഗിൽ നിന്ന് വിയന്റൈനോ വാങ്വിയാങ്ങോ അവിടേക്കൊക്കെ പോകണമെന്നുണ്ടെങ്കിൽ ഇവിടെ വന്നിട്ട് ടിക്കറ്റ് ബുക്ക് ചെയ്താൽ മതി കേട്ടോ. ഹോട്ടലിൽ ഒരിക്കലും ബുക്ക് ചെയ്ത് അവർ കമ്മീഷൻ അടക്കാണ് വാങ്ങിക്കണേ. ഇതിന്റെ പിറകിലാണ് അവിടെ ബസ് സ്റ്റേഷൻ. ബസ് അവിടെ നിർത്തിയിട്ടിട്ടുണ്ട് പോകാനുള്ളത്. ഇനി 30 മണിക്കൂർ ഈ വണ്ടിയിൽ ഇരുന്ന് പോകണം. ഇവിടെ കണ്ട ലാവോ വിയറ്റ്നാം. നമ്മുടെ ബാഗ് കാര്യങ്ങളെല്ലാം ഇവിടെ വെക്കണം. 9,50,000 കൊടുത്തിട്ട് ടിക്കറ്റ് എടുത്തിട്ടിട്ട് അതെ അവിടെ കാണിച്ചു കൊടുക്കാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇത് വിയറ്റ്നാമിന്റെ വിയറ്റ്നാം ക്രിപ്ലോ. ഇവരുടെ ട്രഡീഷണൽ രീതിയിലുള്ള പുകവലിയാണ്. 30 മണിക്കൂർ ഈ ബസ്സിൽ യാത്ര ചെയ്യണം. വെൽക്കം ടു വിയറ്റ്നാം. സോറി. അപ്പൊ നമ്മുടെ ഷൂസ് എല്ലാം ഇവിടെ ഊരി ഇട്ട് കൊടുക്കണം. താങ്ക് യു. അടിപൊളി. ഇവരെ കിടന്നുറങ്ങി പോണ്ടേ. ഞാൻ കേറി അങ്ങനെ നമ്മുടെ ബസ് ഇവിടുന്ന് എടുത്തു. ലാവോസിനോട് വിട പറയാണ് ഞാൻ. എൻ്റെ പൊന്നു, ലാവോ നിന്ന് വിയറ്റ്നാം പോണ വഴിയുള്ള റോഡ് കാണണം. റോഡ് എന്ന് പറഞ്ഞ സാധനമില്ല, കുട്ടിങ്ങി ഞാനറിയാം. ദേഹം വേദന, ശരീരവേദനയുള്ള രീതിയിലുള്ള കയറാൻ നിൽക്കണം കൂടുള്ളൂ. പിന്നെ പ്രഗ്നൻസി അങ്ങനെയൊക്കെയുള്ളവരൊന്നും ഈ ട്രാവൽ എടുക്കരുത്. പിന്നെ ബഡ്ജറ്റ് ട്രാവലാണെങ്കിൽ മാത്രം ബസ്സിൽ വരാം, അല്ലെങ്കിൽ നിങ്ങൾ ഫ്ലൈറ്റ് പോവുക. അതാണ് ഏറ്റവും ബെറ്റർ. 30 മണിക്കൂർ ഞാൻ ഇനി ഇരിക്കണം. 30 മണിക്കൂർ. ഇപ്പോൾ 6 മണി, 2.25 മണിക്കൂറായിട്ടുള്ളൂ. കുടുങ്ങി എൻ്റെ പൊന്നെ മുകളിലേക്ക് പോവാ, താഴത്തേക്ക് പോവാ, അമ്മാരി അവസ്ഥയാണ്. ഇവിടെ ടോയ്ലറ്റിന് വേണ്ടി നിർത്തിയേക്കാണ്. പ്രോ ഡ്രൈവറാണ്. ഇതാണ് റോഡ്. എല്ലാവർക്കും ഗുഡ് മോർണിംഗ്. ഇന്നലെ ഉണ്ടായ സംഭവങ്ങൾ നിങ്ങൾ ബസ്സിലൊന്നും വരാൻ നിൽക്കരുത് കേട്ടാ. ഹൈലി റിസ്ക് എന്ന് പറഞ്ഞാൽ ഹൈലി റിസ്ക്. വരുന്ന വഴി ഒരു വണ്ടിക്ക് മറഞ്ഞ് തകിട് പൊടി. ഈ വണ്ടി കുലുക്കെന്ന് പറഞ്ഞാൽ നമ്മൾ മുകളിലേക്ക് ഇങ്ങനെയൊക്കെ പോണേ. ഞാൻ സീറ്റിലേക്ക് ചാറോ ആ മാതിരി അവസ്ഥയാണ്.
വരുന്ന വഴികളൊക്കെ കാണുന്ന ലാവോസിന്റെ ശരിക്കൊരു ഗ്രാമപ്രദേശത്തിന്റെ ഉള്ളിൽ കൂടെയാണ് വന്നേ. വിയന്റൈൻ, ലോപ്രബാഗ്, വാമ്പിയാം പോലത്തെ സ്ഥലങ്ങളല്ല, ഇതിനേക്കാളും ഉൾഗ്രാമത്തിൽ വെറും കൃഷിയെ മാത്രം ആശ്രയിച്ച് ജീവിക്കുന്ന ആൾക്കാരെയാണ് ഞാൻ കണ്ടത്. റോഡ് എന്ന് പറഞ്ഞ സാധനം ഇവർക്കില്ല. ലാവോ നിന്ന് വിയറ്റ്നാം ഹനോയിലേക്ക് പോകുന്ന വഴി റോഡില്ല തന്നെ പറയാം. കൂലിങ്ങി ഒരു വശക്കേടെ അങ്ങനെയാണ് എത്തിയത്. ഇവിടെ നല്ലൊരു ബ്ലോക്കും കാര്യങ്ങളെല്ലാം കിട്ടിയിട്ടുണ്ട്. കണ്ട, ഇവിടെ വണ്ടി ഇങ്ങനെ നിര നിർത്തി വെച്ചേക്കാണ്. റോഡില്ല. എന്താണ് ബ്ലോക്ക് എന്ന് എനിക്ക് അറിയാൻ പാടില്ല. നമ്മുടെ വണ്ടി ബാക്കി കൂടെ വരുന്നുണ്ട്. കണ്ട, എന്നെ ഫോളോ ചെയ്ത് എൻ്റെ വണ്ടി വരാം. അങ്ങനെ ഭക്ഷണം കഴിക്കാൻ വേണ്ടി നിർത്തിയിട്ടുണ്ട്. നമ്മളുടെ മൗത്ത് വാഷ് കാര്യങ്ങളെല്ലാം എടുത്തിട്ടുണ്ട്. ഇനിയുണ്ട് ഒരു 8 മണിക്കൂർ. എനിക്ക് തോന്നുന്നു രാത്രി ഒരു 11 മണിയാകുമ്പോൾ എത്തുള്ളൂ. ഒരു 24, 30, 32 മണിക്കൂർ യാത്ര ബസ്സിൽ. ഇവിടെ ഭക്ഷണം കഴിക്കാൻ വേണ്ടി നിർത്തിയേക്കണേ. അപ്പൊ ഈ ഭക്ഷണമൊന്നും നമുക്ക് കഴിക്കാൻ പറ്റില്ല. ലൈക്ക് നമ്മുടെ ടേസ്റ്റ് ബഡ്സിന് പറ്റിയതല്ല. ഇവിടുത്തെ ആൾക്കാരുടെ ഭക്ഷണം കണ്ട, ന്യൂഡിൽസ്, സലാഡും ഒരു ബീറും കഴിക്കും. ഇതാണ് ഇവരുടെ ഭക്ഷണം. ഇതുപോലെയാണ് ഇവർ കഴിക്കുക. നമുക്കത് കഴിക്കാൻ പറ്റില്ല. കാരണം എനിക്കത് ശീലമില്ല. പിന്നെ അങ്ങനെ കഴിക്കാമെന്ന് എനിക്ക് അറിയൂല. ഞാൻ ഇവിടെ ഡബിൾ ഓംപ്ലേറ്റ് പറഞ്ഞ് മനസ്സിലാക്കി. ഡബിൾ ഓംപ്ലേറ്റ് ഡബിൾ ഓംപ്ലേറ്റ്. അപ്പോൾ ഇവർക്ക് ഇംഗ്ലീഷ് അറിയാം. ഞാൻ അവസാനം നോക്കി എനിക്ക് കിട്ടിയത് ഇതാണ്. ഡബിൾ ഓംപ്ലേറ്റ് ഞാൻ പറഞ്ഞിട്ടുണ്ട്. ഇവിടെ എല്ലാരും മദ്യവും കാര്യങ്ങളൊക്കെ കഴിക്കുന്നുണ്ട് കേട്ടോ. അപ്പോ ഡബിൾ ഓംപ്ലേറ്റ് കിട്ടിയില്ല, അതെല്ലാം തീർന്നു എന്നാണ് പറയണേ. ഈ പുള്ളി ഗൂഗിൾ ട്രാൻസ്ലേറ്റർ വെച്ചിട്ട് എനിക്ക് കാച്ചത് ഇവിടെ തീർന്നു, എല്ലാം തീർന്നു. പറഞ്ഞ് മനസ്സിലാക്കാൻ പറ്റിയ പാട്. ഇവർക്ക് ഇംഗ്ലീഷ് അറിയില്ല. ലാഭമല്ല ഇവര് സംസാരിക്കണേന്നാണ് എൻ്റെ വിയറ്റ്നാമിൽ പോണ ഒരു പയ്യൻ പറഞ്ഞു. ഇവര് തായാണ് സംസാരിക്കണേന്നാണ് എൻ്റെ അടുത്ത് പറഞ്ഞത്. എന്തായാലും നമുക്ക് നോക്കാം. വേറെ വല്ലയിടത്തും ചിപ്സും കാര്യങ്ങളും കിട്ടുമെന്ന് നമുക്ക് നോക്കാം. അങ്ങനെ നമ്മുടെ വണ്ടി എടുത്തു. ഞാൻ നെക്സ്റ്റ് കോഫിയുടെ കോഫി കുടിച്ചു. ഒരു തണുത്ത കോഫി കുടിച്ചു, അത്രമാത്രം കുടിച്ചുള്ളൂ. ഒന്നും അല്ലാതെ ഇപ്പൊ മനസ്സിലായി. ഇവർക്കൊന്നും ഇംഗ്ലീഷ് അറിയുമ്പോല്ല. ഞാൻ ആംഗ്യ ഭാഷയിലൊക്കെയാണ് സംസാരിക്കണം മൊത്തം. ഇവിടെ ഒന്നും ഇംഗ്ലീഷൊന്നും ആവശ്യമേ ഇല്ല. എനിക്ക് ലാലേട്ടൻ്റെ ഒരു സിനിമയാണ് ഓർമ്മല്ലേ, ശോഭനയ്ക്കുള്ളതില്. അങ്ങട് വലിയതൊക്കെ പറയണില്ലേ, അതുപോലത്തെ അവസ്ഥയിൽ പറഞ്ഞ് മനസ്സിലാക്കാൻ വേണ്ടി. കാരണം അവർ എഡ്യൂക്കേറ്റഡ് അല്ല. അപ്പോൾ അവർക്ക് ഇംഗ്ലീഷിൻ്റെ ഇമ്പോർട്ടൻസും അറിയില്ല, ഇംഗ്ലീഷ് അറിയില്ല. അവർ സംസാരിക്കുന്നത് തായും ലാവും മിക്സ് ആയിട്ടാണെന്നാണ് ഒരു വിയറ്റ്നാമി എൻ്റെ അടുത്ത് പറഞ്ഞത്. അടിപൊളിയായിട്ടാ. ഒന്നല്ലാതെ എനിക്കിപ്പോൾ മനസ്സിലായി. ഇംഗ്ലീഷൊക്കെ അറിയുന്നത് നല്ലതാണ്. അമേരിക്ക, കാനഡ അങ്ങനത്തെയുള്ള സ്ഥലങ്ങളിലൊക്കെ പോകുമ്പോൾ ഇംഗ്ലീഷ് നല്ലതാണ്. യൂറോപ്പിലൊക്കെ പോകുമ്പോൾ. ഇവിടേക്ക് പോകുമ്പോൾ ഒന്നുമല്ല, ആംഗ്യഭാഷയാണ് ഫുൾ. രസമായിരുന്നു കേട്ടോ. പക്ഷെ ഒന്നും കഴിക്കാൻ പറ്റില്ല, കുഴപ്പമില്ല. അതിൽ ഭയങ്കര എൻജോയ് ചെയ്തിട്ടാണ് ഞാൻ ഈ യാത്ര. 30 മണിക്കൂർ ബസ് ഞാൻ എൻജോയ് ചെയ്തിട്ട് തന്നെ പോകുന്നത്. ഞാൻ ഓരോ ഗ്രാമങ്ങളൊക്കെ കണ്ട് നല്ല രസമാണ്. ഫൈനലി അങ്ങനെ നമ്മൾ ബോർഡർ എത്തി. നബ്ഖാൻ ബോർഡറാണ്. അപ്പോൾ ഇവിടെ നിന്ന് ചെക്കിങ് കാര്യങ്ങളെല്ലാം ചെയ്യണം. ഡിപ്പാർച്ചർ, പാസ്പോർട്ടും കാര്യങ്ങളെല്ലാം കൊടുക്കണം. അങ്ങനെ ലാവോന്ന് നമ്മൾ എക്സിറ്റ് അടിച്ചു. നമ്മൾ ലാവോ ബോർഡർ കടന്നു. നബ്ഖാൻ ബോർഡറാണ്. ഇനി അവിടേക്ക് നടന്ന് നമ്മുടെ ബസ്സിൻ്റെ ഉള്ളിലേക്ക് കയറണം. ഇത് ബസ് അവിടെ ചെക്കിങ് കാര്യങ്ങളെല്ലാം കഴിഞ്ഞ് വരുന്നുണ്ട്. വിയറ്റ്നാമിലേക്ക് ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുക, ബോർഡറിലേക്ക്. അടിപൊളി. തൊട്ടടുത്താണ് കേട്ടോ വിയറ്റ്നാം ലാവോ ബോർഡർ. നടക്കാമെന്നുള്ള ദൂരമുള്ള ഒരു 400 മീറ്റർ. ലാവോ വിയറ്റ്നാം ബോർഡറിനെ പറയുന്നതാണ് നാംക ബോർഡർ. ഇവിടെ നാംക ബ്രിഡ്ജ് നമുക്ക് കാണാൻ പറ്റും. തെക്കണ്ട, ഇതാണ് നാംക ബ്രിഡ്ജ്. അത് ക്രോസ് ചെയ്ത് നമ്മൾ നടന്നുകൊണ്ടിരിക്കുകയാണ് വിയറ്റ്നാമിലേക്ക്. നമ്മുടെ ബസ് അവിടെയുണ്ട്. ബാഗ് കാര്യങ്ങളെല്ലാം ഇവിടെ ഇട്ടുണ്ട്. ബാഗ് കാര്യങ്ങളെല്ലാം എടുക്കണം. ഇവിടെ മൊത്തം പൊളിച്ചിട്ടേക്കാട്ടോ. അങ്ങനെ ഇവിടെ കൺസ്ട്രക്ഷൻ നടന്നുകൊണ്ടിരിക്കാൻ തോന്നുന്നു. നിറച്ചും പൊടിയും ബഹളവും. നമുക്കങ്ങനെ അടുത്ത രാജ്യത്തിലേക്ക് കിടക്കാം. അവിടെ വിയറ്റ്നാമിൻ്റെ എൻട്രി നമുക്ക് കിട്ടിയേക്കാണ്. നമ്മുടെ ചെക്കിങ് കാര്യങ്ങളെല്ലാം കഴിഞ്ഞു. ബോർഡർ ക്രോസിങ് എന്ത് എളുപ്പമാണെന്ന് അറിയാം. ഫ്ലൈറ്റിനേക്കാൾ എളുപ്പം ബോർഡർ ക്രോസിങ്.
അപ്പോൾ ഇതേ നമ്മുടെ അടുത്ത രാജ്യത്തിലേക്ക് നമ്മൾ എത്തിയിരിക്കുകയാണ്. വിയറ്റ്നാമിൻ്റെ എൻട്രിയും കാര്യങ്ങളെല്ലാം കിട്ടി. നമ്മുടെ ബാഗും കാര്യങ്ങളെല്ലാം ഇവിടെ വെച്ചിട്ട് ഫുൾ ചെളിയും ബഹളം. നിങ്ങൾക്കൊരു കാര്യം കാണിച്ചു തരാം. കണ്ട, ഫുൾ ചെളിയായി. ബാഗ് മൊത്തം പണി നടന്നുകൊണ്ടിരിക്കുക. പക്ഷെ ഭയങ്കര എളുപ്പമായിരുന്നു. പാസ്പോർട്ട് കൊടുക്കുക, വിസ കൊടുക്കുക, എനിക്ക് സീലടിച്ചു തന്നു, എൻട്രി കിട്ടി. ഇനി 21-ാം തീയതി ഞാൻ ഇവിടുന്ന് സിംഗപ്പൂരിലേക്കാണ് പോകുന്നത്. അപ്പോൾ ഇഷ്ടം പോലെ ബസ്സുകൾ ഇവിടുന്ന് പോകുന്നുണ്ട് ലാവോന്ന് ഹനോയ്ക്ക്. ഇവരെ ഞാൻ ലാവോയിൽ വെച്ച് പരിചയപ്പെട്ടതാണ്. ഇവന് മാത്രം ഇംഗ്ലീഷ് അറിയുള്ളൂ. ഇവനാണ് കുറെ കാര്യങ്ങൾ എനിക്ക് പറഞ്ഞു തരണേ. യുവർ നെയിം? My name is Huang. Huang. H-O-A-N-G. വിയറ്റ്നാമിയാണ്. Yeah, Vietnamese. ഹനോയ്. യുവർ Yeah. ലിവിങ് ഹനോയ്. ഹനോയാണ്. അടിപൊളി. നമ്മുടെ പാസ്പോർട്ട് ഇവിടെ കാണിച്ചു കൊടുക്കണം. അങ്ങനെ നമ്മുടെ പാസ്പോർട്ടൊക്കെ ചെക്ക് ചെയ്തു. അവർ എന്നെ നോക്കി ചിരിക്കണു. കാരണം ഇന്ത്യക്കാരും ഇങ്ങനെ വരാറില്ല, ഭയങ്കര കുറവാണ്. അവിടെ രണ്ട് നോക്കി ഇടിച്ചിരിക്കണു. പിന്നെ എന്താ പ്രാന്താണെന്നൊക്കെ വിചാരിച്ചിട്ടുണ്ടോ. അപ്പോൾ ലാവോസിൽ നിന്ന് വിയറ്റ്നാം ബോർഡർ കഴിഞ്ഞ് മുന്നോട്ട് പോവാണ്. ഒരു കാടിൻ്റെ ഉള്ളിൽ കൂടിയാണ് നമ്മൾ പോകുന്നത്. ബോർഡറൊക്കെ കാടിൻ്റെ ഉള്ളിലാണ്. പോകുന്ന വഴി ഓടിട്ട വീടുകളൊക്കെ നമുക്ക് കാണാൻ പറ്റും. ഒരു തനി നാട്ടുപ്രദേശം. നമുക്കിനി ഒരു 8 മണിക്കൂർ യാത്രയുണ്ട് കേട്ടോ. എന്താ സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലാ വീടുകളിലും എല്ലാ ഷോപ്പുകളിലും വിയറ്റ്നാമിന്റെ കൊടി വെച്ചിട്ടുണ്ട്. പിന്നെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ കൊടി വെച്ചിട്ടുണ്ട്. അത് ഞാൻ ലാവോയിലും ശ്രദ്ധിച്ചായിരുന്നു. അങ്ങനെ വിയറ്റ്നാം എത്തി. സമയം എത്ര മണിയായെന്ന് അറിയോ? 5:30. അതായത് ലാവോന്ന് ഇന്നലെ 5:30 പുറപ്പെട്ടതാണ്. ഇപ്പം ഇവിടെ 5:30 വിയറ്റ്നാമിലെ സ്റ്റോപ്പ്. ഇനിയൊരു 6-7 മണിക്കൂറുണ്ട് നമ്മുടെ ഹനോയ്ക്ക്. അതായത് നമ്മുടെ ബസ് ഇവിടെ സ്റ്റോപ്പ് അടിച്ചിട്ടുണ്ട്. ഇവിടെ എല്ലാ വീട്ടിലും എല്ലാ പ്രദേശത്തും വിയറ്റ്നാമിൻ്റെ കൊടിയും പിന്നെ അരിവാൾ ചുറ്റികയുടെ കമ്മ്യൂണിസ്റ്റിൻ്റെ കൊടിയും കാണാം. അപ്പോൾ നമ്മുടെ നാട്ടുകാരുടെ ബസ്സുകാരുടെ സ്വഭാവം തന്നെ ഒരു റെസ്റ്റോറൻറ്റിൽ കയറ്റിയിട്ടുണ്ട്. അവർക്ക് അവിടെയുള്ള ഫുഡും കാര്യങ്ങളെല്ലാം ഉണ്ട്. വണ്ടിയിലുള്ള ആൾക്കാർ അവിടെ കഴിക്കുന്നുണ്ട്. ഞാനിവിടെ എൻ്റെ ലാവോ പൈസയുള്ളൂ, പിന്നെ ഡോളറുള്ളൂ. അപ്പോൾ ലാവോ പൈസ കൊടുത്തിട്ട് വിയറ്റ്നാമിൽ ഒരു ഡബിൾ ഓംപ്ലേറ്റ് കഴിക്കുന്നുണ്ട്. ഇവിടുത്തെ ഫുഡിൻ്റെ നൂഡിൽസും കാര്യങ്ങളൊക്കെ പോലെയാണ്. പിന്നെ പോർക്ക് ഭയങ്കര കൂടുതലാണ് ഇവിടെ. അത് തായ്ലൻഡിലും ലാവോയിലും പിന്നെ വിയറ്റ്നാമിലൊക്കെയും പോർക്ക് ഭയങ്കര കൂടുതലായിട്ട് ഇവർ കഴിക്കും. ഞാൻ പറഞ്ഞിരിക്കുന്നത് ഡബിൾ ഓംപ്ലേറ്റ് ആണ്. നമ്മൾ ബസ്സിൽ കയറി. ഇവിടുത്തെ ആൾക്കാർ നല്ല രീതിയിൽ സിഗരറ്റും കാര്യങ്ങളെല്ലാം വലിക്കും. ഇവിടെ ഫുൾ കൃഷിയും കാര്യങ്ങളാണ് കേട്ടോ. എന്താ നല്ല നെൽപ്പാടങ്ങളും കാര്യങ്ങളെല്ലാം കാണാൻ പറ്റും. കൃഷിനെ ആശ്രയിച്ച് ജീവിക്കുന്ന വ്യക്തികളാണ് ഈ ബോർഡർ സൈഡിലെല്ലാം കാണാൻ പറ്റുന്നത്. മറ്റേ ബസ്സിൽ നിന്ന് വേറെ ബസ്സിലേക്ക് കയറ്റി. അതെ, വേറെ ബസ്സിലേക്ക് വന്നേക്കാം. ഇവിടെ ഒച്ചപ്പാടും ബഹളം ഉണ്ടാക്കി. പറയാനാ പതുക്കെ അഴഞ്ഞ പോണുള്ളൂ. ഇറങ്ങി വഴിയിട്ടുണ്ട്. എവിടേക്ക് പോകണമെന്ന് അറിയില്ല. ഇങ്ങനെ ഗ്രാബ് ബുക്ക് ചെയ്തു. വെളുപ്പിന് 1:30. ഒന്നും കഴിച്ചിട്ടില്ല. ഈ ബസ്സിട്ടാടിയ വയ്യ. 31-2 മണിക്കൂർ ഒന്നും കഴിക്കാതെയാണ് നിൽക്കണേ. ഞാൻ ATM-ലേക്ക് പൈസ വിഡ്രോ ചെയ്തു. റൂം ഓൾറെഡി ബുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. അവിടെ പൈസ കൊടുത്തു. ഭയങ്കര സീനായിരുന്നു. വലിയ കഴിക്കട്ടെ, അല്ലെങ്കിൽ ഞാൻ വീഴും. അപ്പോൾ ഇന്നലെ 32 മണിക്കൂർ ബസ്സിൽ ഇരുന്നിട്ട് രാത്രി ഹനോയിലെത്തി. എൻ്റെ പൊന്നെ 1 മണിക്കൊക്കെ അത് എത്തിയേ. ഫുൾ മഴ കാര്യങ്ങളും. ഒരു പയ്യൻ്റെ ഹോട്ട്സ്പോട്ടുള്ള കാരണം കൊണ്ട് ഗ്രാബ് ബുക്ക് ചെയ്ത് ഞാൻ ഈ ഹോസ്റ്റലിലെത്തി. പൈസ ഉണ്ടായിരുന്നില്ല. പൈസ ATM-ൽ നിന്ന് വിഡ്രോ ചെയ്ത് ഇവിടെ കൊടുത്ത് ഭയങ്കര തിക്കും തിരക്കായിരുന്നു. വിശന്നിട്ടാണെങ്കിൽ കണ്ണും കാണാൻ പറ്റില്ല. അവസാനം രാത്രി പോയി വല്ലതും കഴിച്ച് കിടന്നുറങ്ങി. രാവിലെ എഴുന്നേറ്റു. ലാവോയിൽ നിന്ന് ഹനോയിലേക്ക് ബസ്സിൽ വരാൻ ഞാൻ പ്രിഫർ ചെയ്യില്ല. നിങ്ങളൊന്നില്ലെങ്കിൽ ഫ്ലൈറ്റ് പിടിച്ച് വരുന്നതായിരിക്കും ഏറ്റവും ബെറ്റർ. ബഡ്ജറ്റ് ട്രാവലേഴ്സിന് വരാം. ഒരു എക്സ്പീരിയൻസ് ആയിരിക്കും. 32 മണിക്കൂർ വണ്ടിയിൽ അങ്ങനെ ഇരിക്കാം. കുണ്ടും കുഴിയും ബഹളമായിരിക്കും. അങ്ങനത്തെ ഒരു സംഭവം. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെടുന്നെങ്കിൽ തീർച്ചയായും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ചാനൽ കൂടി ഉണ്ടാക്കുക. ബൈ.